മഹാമാഘ മഹോത്സവത്തിനായി തിരുനാവായ ശ്രീ നാവാമുകുന്ദ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വിവിധ യാത്രാമാർഗങ്ങൾ ഇനി വിശദമായി അറിയാം. വടക്കൻ കേരളത്തിൽ നിന്ന് ബസ് മാർഗം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നുള്ളവർ ആദ്യം കോഴിക്കോട് അല്ലെങ്കിൽ തിരൂർ വരെ എത്തുക. കോഴിക്കോട് നിന്ന് തിരൂർ വഴിയുള്ള KSRTC അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ ലഭ്യമാണ്. തിരൂരിലെത്തിയാൽ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന ലോക്കൽ ബസ്സിൽ കയറി തിരുനാവായ അമ്പലം സ്റ്റോപ്പിൽ ഇറങ്ങുക. തിരൂരിൽ നിന്ന് ഏകദേശം 20 മിനിറ്റിനുള്ളിൽ ക്ഷേത്രത്തിലെത്താം. ട്രെയിൻ മാർഗം. വടക്കുഭാഗം. ട്രെയിൻ മാർഗം തിരഞ്ഞെടുക്കുന്നവർക്ക് 3 സ്റ്റേഷനുകൾ ഉപയോഗിക്കാം. തിരുനാവായ സ്റ്റേഷൻ, ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം. തിരൂർ സ്റ്റേഷൻ, പ്രധാന എക്സ്പ്രസ് ട്രെയിനുകൾ നിർത്തുന്ന സ്റ്റേഷൻ. കുറ്റിപ്പുറം സ്റ്റേഷൻ, ചില എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പുള്ളത്. സ്റ്റേഷനുകളിൽ നിന്ന് ബസ്, ഓട്ടോ, ടാക്സി സൗകര്യങ്ങൾ ലഭ്യമാണ്. കാർ മാർഗം. വടക്കുഭാഗം. കാസർഗോഡ് ഭാഗത്തുനിന്ന് വരുന്നവർ ദേശീയപാത 66 വഴി കണ്ണൂർ, കോഴിക്കോട്, രാമനാട്ടുകര, കോട്ടക്കൽ, കുറ്റിപ്പുറം വഴി തിരുനാവായയിൽ എത്തിച്ചേരാം. കുറ്റിപ്പുറം പാലം കഴിഞ്ഞ് തിരൂർ റോഡിലേക്ക് തിരിയുക. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ടാക്സിയിൽ ഏകദേശം 1 മണിക്കൂർ 15 മിനിറ്റ് തിരുനാവായയിൽ എത്താം. ബസ് മാർഗം ഉപയോഗിക്കുന്നവർ കൊണ്ടോട്ടി, പുത്തനത്താണി വഴി തിരുനാവായ ക്ഷേത്രത്തിലെത്താം. തെക്കൻ കേരളത്തിൽ നിന്ന് ബസ് മാർഗം. തൃശൂർ, എറണാകുളം ഭാഗങ്ങളിൽ നിന്നുള്ളവർ കുറ്റിപ്പുറം ടൗണിൽ ഇറങ്ങുക. കുറ്റിപ്പുറത്ത് നിന്ന് തിരൂർ ഭാഗത്തേക്ക് പോകുന്ന ലോക്കൽ ബസ്സിൽ കയറി തിരുനാവായ അമ്പലം സ്റ്റോപ്പിൽ ഇറങ്ങാം. കുറ്റിപ്പുറത്ത് നിന്ന് 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ ക്ഷേത്രത്തിലെത്താം. ട്രെയിൻ മാർഗം. തെക്കുഭാഗം. തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് തിരുനാവായ, തിരൂർ, കുറ്റിപ്പുറം എന്നീ റെയിൽവേ സ്റ്റേഷനുകൾ അനുയോജ്യമാണ്. എക്സ്പ്രസ് ട്രെയിനുകളിൽ വരുന്നവർക്ക് തിരൂർ സ്റ്റേഷനാണ് ഏറ്റവും സൗകര്യപ്രദം. കാർ മാർഗം. തെക്കുഭാഗം. തൃശൂർ ഭാഗത്തുനിന്ന് കുന്നംകുളം, എടപ്പാൾ, കുറ്റിപ്പുറം വഴി തിരുനാവായയിലെത്താം. കുറ്റിപ്പുറം പാലം കഴിഞ്ഞ് ഇടത്തോട്ട് തിരിയുക. കൊച്ചി വിമാനത്താവളം വഴി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ടാക്സിയിൽ ഏകദേശം 3 മണിക്കൂർ 45 മിനിറ്റിൽ തിരുനാവായയിലെത്താം. ബസ് മാർഗം തിരഞ്ഞെടുക്കുന്നവർ ആലുവ അല്ലെങ്കിൽ അങ്കമാലി വഴി കുറ്റിപ്പുറമെത്തി അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോകാം. ഭക്തജനങ്ങൾ യാത്രയ്ക്കാവശ്യമായ സമയം മുൻകൂട്ടി കണക്കാക്കി സുരക്ഷിതമായി യാത്ര ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളും മഹാമാഘ മഹോത്സവത്തിൽ പങ്കാളികളാവുക.